അപ്പോൾ അദ്ദേഹത്തിനോടൊരു അമർഷമുള്ള ആളുകളൊക്കെ എന്തായാലും കുറേയൊക്കെ ഉണ്ടാവും, അതില്ലാന്ന് പറയാൻ പറ്റില്ല. ഈ ഷൈനിനോടും കുറേയൊക്കെ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് പുറത്തുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇതിലെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അല്ലെങ്കിൽ പങ്കുണ്ടോ എന്നുള്ളൊരു കാര്യം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇതൊരു ചെറിയൊരു അപകടമാക്കി അല്ലെങ്കിൽ കേവലം ഒരു അപകടമാക്കി മാത്രം കാണാതെ അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതുകൂടി ഒന്ന് അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതിൽ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് പോലീസും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, നമ്മളത് നോക്കാൻ ആളല്ല. എന്നാലും നമ്മളത് പറയാനുള്ളതെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, കുറച്ച് അപരാധിച്ച കമൻറ്റുകൾ ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഷൈൻ ടോം ചാക്കോ ആശുപത്രിയിൽ കിടന്നപ്പോൾ മാധ്യമങ്ങളുടെ ഒരു മാധ്യമ ധർമ്മം എന്ന് പറഞ്ഞാലേ ഈ കോലും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവാണ് ഈ ആശുപത്രിക്കകത്തേക്ക് ഷൈൻ ടോം ചാക്കോ കിടക്കുന്നത് പകർത്താൻ. ഷൈൻ ഒരു വലിയ വിപ്ലവകാരിയാണല്ലോ, അപ്പോൾ ഷൈൻ്റെ വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ. എടാ നാണം ഉണ്ടോടാ? നിൻ്റെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ഇങ്ങനെ പ്രശ്നം സംഭവിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ നീയൊക്കെ ഈ കോലും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുമോ? നിൻ്റെ സ്വന്തം തന്ത മരിച്ച് കിടക്കുമ്പോൾ നീ ചെയ്യുമോ ഈ പരിപാടി? അവൻ്റെ അച്ഛനാണ് മരിച്ചത്, അവനെ എല്ലാമായി